കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കേരളമാകെ ആകാംക്ഷയിലാണ്. ഫലപ്രഖ്യാപനത്തിന് മുൻപേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നുകഴിഞ്ഞു. നാളെ രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയോടെ വ്യക്തമായ ഒരു ചിത്രം തെളിയും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സുരക്ഷിതമായിരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 10 കൊല്ലത്തെ തുടർഭരണത്തിന് ശേഷം LDFന് ഭരണ തുടർച്ച ലഭിക്കുമോ, അതോ UDF തിരികെ അധികാരത്തിൽ പ്രവേശിക്കുമോ? BJPക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാനാകുമോ എന്നിങ്ങനെയുള്ള ദിവസങ്ങൾ നീണ്ട ആകാംക്ഷകൾക്ക് വിരാമമിടാറായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF നേതാക്കൾ. കോൺഗ്രസിലാകട്ടെ ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം വരെ ചർച്ചയായി തുടങ്ങി. മുസ്ലിം ലീഗ്, VD സതീശൻ അനുകൂല നിലപാടിലാണ് രമേശ് ചെന്നിത്തല. KC വേണുഗോപാൽ പക്ഷത്തിന് ഇത് കനത്ത തിരിച്ചടിയായി. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് LDF വിശ്വസിക്കുമ്പോൾ മുന്നേറ്റ പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. മൂന്നാമതും തുടർ ഭരണമെന്ന ചരിത്ര നേട്ടം കൈവരിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. 10 കൊല്ലത്തെ അധികാര നഷ്ടത്തിന് ശേഷം കേരളത്തിന്റെ ഭരണം പിടിക്കുകയാണ് UDF ലക്ഷ്യമിടുന്നത്. നിയമസഭയിൽ ശക്തമായ സാന്നിധ്യമായി മാറാനാകുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.